കർണാടകയിലെ സർക്കാരിനെ പിരിച്ചുവിടണം എന്നുള്ളൊരു ആവശ്യം വളരെ ശക്തമായി വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒരു ഇറ്റാലിയൻ വനിതയെയും ഹോം സ്റ്റേ ഉടമയെയും അതിക്രൂരമായാണ് ബലാത്സംഗം ചെയ്തത്. അവിടുത്തെ ആഭ്യന്തരം താറുമാറായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ DK ശിവകുമാർ BJP-യിലേക്കുള്ള ഒരു യാത്രയിലായതുകൊണ്ട് വലിയ രീതിയിൽ അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് തോന്നുന്നു. സിദ്ധരാമയ്യയെ കൊണ്ട് ഒരു ഗുണവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കർണാടക മാറിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സാർ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? കർണാടകയിലെ വളരെ പ്രസിദ്ധമായ ഹംപി എന്ന് പറയുന്ന യുനെസ്കോയുടെ ഒരു ടൂറിസ്റ്റ് സൈറ്റാണ്, ഹെറിറ്റേജ് സൈറ്റാണ്. അതിപുരാതന കാലം മുതലേ സംരക്ഷിക്കപ്പെട്ടു പോന്നിട്ടുള്ള ക്ഷേത്രങ്ങളും രാജഭരണകാലത്തെ അവശിഷ്ടങ്ങളും ഒക്കെ ചേർന്ന ഈ കേരളവും കർണാടകവും തമ്മിൽ പണ്ട് ഗോകർണം മുതൽ പരശുരാമൻ മഴ എറിഞ്ഞ കഥയുണ്ട്. അപ്പോൾ ഗോകർണത്ത് നിന്ന് അദ്ദേഹം കോടാലി എടുത്ത് തെക്കോട്ട് എറിഞ്ഞ് കന്യാകുമാരി വീണ കടൽ മാറിപ്പോയ സ്ഥലമാണ് കേരളം എന്നൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ ആ തരം കഥകളുടെയൊക്കെ ചില അവശിഷ്ടങ്ങളെ തേടി കേരളത്തിൽ നിന്ന് പോലും ധാരാളം വിനോദസഞ്ചാരികൾ, പഠന സംഘങ്ങൾ വിസിറ്റ് ചെയ്യുന്നൊരു സ്പോട്ടാണ് ഈ ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോയുടെ സംരക്ഷണയിൽ ഉള്ള ഹംപി. അവിടെ വിദേശികളും സ്വദേശികളുമായ ധാരാളം ടൂറിസ്റ്റുകൾ നിത്യവും വരാറുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു അനിഷ്ട സംഭവം, അവിടെ ഈ തുംഗഭദ്ര കനാൽ, ലെഫ്റ്റ് കനാലിൻ്റെ തീരത്ത് ഒരു റിസോർട്ടിൽ രാത്രിയിൽ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ഇസ്രയേലി വനിതയും അവരുടെ സ്നേഹിതയായ ഒരു ഒഡീസക്കാരിയും അവർ റിസോർട്ട് നടത്തുകയായിരുന്നു. അവിടെ അവരുടെ സുഹൃത്തുക്കളായി അവരോടൊപ്പം പിന്നീട് ചേർന്ന ആ റിസോർട്ടിലെ അന്തേവാസികളായ 3, അതിലൊരു ആൾ അമേരിക്കൻ പൗരനാണ്. ഇവരെ സമീപിച്ച് മോട്ടോർ സൈക്കിളിൽ വന്ന ചില ആളുകൾ പണം ആവശ്യപ്പെടുകയും അത് കൊടുക്കാതെ ഇരുന്നപ്പോൾ അവരെ കയ്യേറ്റം ചെയ്യുകയും ഈ സ്ത്രീകളെ അതിക്രൂരമായി റേപ്പ് ചെയ്യുകയും ചെയ്തു എന്നാണ്. ഈ പുരുഷന്മാർ തടയാൻ ശ്രമിച്ചവരെ കനാലിലേക്ക് തള്ളിയിട്ടതിൽ 2 പേർ, അമേരിക്കൻ പൗരനടക്കം 2 പേർ നീന്തിക്കയറി. അതിൽ ഒഡീസ സ്വദേശിയായ ഒരാൾ ജഡമാണ് പിന്നീട് കിട്ടിയത്. ഇതാണ് വാർത്ത. ഈ സംഭവം ഇപ്പോൾ കർണാടക രാഷ്ട്രീയത്തെ അടിമുടി ഉലച്ചിരിക്കുകയാണ്. ഒന്ന്, കർണാടകത്തിൽ ഈ സഞ്ചാരികൾക്കും വിനോദസഞ്ചാരികൾക്കും വേണ്ടത്ര സംരക്ഷണം കിട്ടുന്നില്ല. യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായ ഹംപി പോലുള്ള ഒരു സ്ഥലത്ത് ജാഗ്രതയോടെ വേണ്ട സംരക്ഷണം ഉറപ്പാക്കുന്നില്ല. അത് മാത്രമല്ല, ഇത് കർണാടക രാഷ്ട്രീയത്തെ വല്ലാതെ ഉലച്ചിരിക്കുന്നു, ഭരണകൂടത്തെ ദോഷം ചെയ്യുന്ന തരത്തിൽ ബാധിച്ചിരിക്കുകയാണ്. ഒരു ഇസ്രായേലി വനിതയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അല്ലല്ല, കൊല്ലപ്പെട്ടത് ഒരു ഒഡീസക്കാരൻ. അല്ല, ആക്രമിക്കപ്പെട്ടത് ഇസ്രായേലി വനിതയാണ്. അപ്പോ ഈ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദ ബന്ധമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലി എന്ന പൗരന്മാർക്ക് അവരുടെ രാജ്യം വലിയ മാന്യതയാണ് കൽപ്പിക്കുന്നത്. ഇന്ത്യ പോലെയുള്ള ഒരു സൗഹൃദ രാഷ്ട്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന 27 വയസ്സുകാരിയായ ഒരു യുവതിക്ക് നേരെ ഇതുപോലെ നീചമായ ഒരു ആക്രമണം ഉണ്ടാകുന്നു. ആ രാജ്യം വെറുതെ ഇരിക്കില്ല. ഇന്ത്യ ഗവൺമെൻറ് തലത്തിൽ അത് ടേക്കപ്പ് ചെയ്യും. 2, ആക്രമിക്കപ്പെട്ട മറ്റൊരാൾ ഇന്ത്യക്കാരിയായ അവരുടെ സുഹൃത്തുമാണ്. ഈ 2 സ്ത്രീകളോടും കാണിച്ച അമാന്യമായ പെരുമാറ്റവും അവരോട് കാണിച്ച ക്രിമിനൽ നടപടികളും ബലാത്സംഗം പോലുള്ള കാര്യങ്ങൾ എത്രമാത്രം അവർ പറയുന്ന ആരോപണമൊക്കെ ആണോ എന്ന് പരിശോധിക്കാൻ പോലീസ് അവരെ മെഡിക്കൽ ടെസ്റ്റിനൊക്കെ വിധേയമാക്കി ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്നലെ തന്നെ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് ഇത് ഭയങ്കര സംഭവമാണ്. അപ്പം കർണാടക ഗവൺമെൻറ്റും കർണാടക രാഷ്ട്രീയത്തിൽ ഇത് ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ DK ശിവകുമാർ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും കർശനമായ നടപടി ഉണ്ടാവും, അന്വേഷണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് അവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. 2, ഈ ടൂറിസ്റ്റ് സൈറ്റിലേക്കുള്ള സന്ദർശകരുടെ ഒഴുക്ക് കുറയും എന്നത് ഒരു കാര്യം. 2, ഗവൺമെൻറ്റിൻ്റെ ഈ സുരക്ഷാ നടപടികളിലുള്ള വീഴ്ച അവിടുത്തെ രാഷ്ട്രീയത്തിൽ
അവിടെ BJP ഇത് കൃത്യമായി ഏറ്റെടുക്കും. ഇപ്പോൾ തന്നെ സിദ്ധാരാമയ്യ ഗവൺമെൻറ് ആടി ഉലഞ്ഞ് നിൽക്കുകയാണ്. കഴിഞ്ഞ ശിവരാത്രി ദിനത്തിൽ പിന്നെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ TK ശിവകുമാർ കോയമ്പത്തൂരിൽ ഈഷ ഫൗണ്ടേഷനിൽ പങ്കെടുത്തു. അന്ന് അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി ചില രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടത്തി എന്നായിരുന്നു അതിൻ്റെ വിവരമായിട്ട് നമ്മൾ കേട്ടിരുന്നത്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു അവിടെ ചില രാഷ്ട്രീയ അടിയൊഴുക്കുകളുണ്ട് എന്നതാണ്. ഈ ടൂറിസ്റ്റുകൾക്ക് നേരെയുണ്ടായ ആക്രമണവും അതിനാക്കം കൂട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്. സാർ, അതിഥി ദേവോ ഭവ എന്നാണ് നമ്മുടെ ഇന്ത്യയെ അതിഥികളെ സ്വാഗതം ചെയ്യുമ്പോൾ പറയുന്നത്. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല. വരുന്ന അതിഥികളെ, ഇപ്പോൾ കോവളത്ത് വന്ന ഇതുപോലെ ഒരു വിദേശ വനിതയെ കൊന്ന പിന്നെ ഇട്ടിരുന്നതൊക്കെ വലിയ വാർത്തകളിൽ നിറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഗോവ പോലുള്ളയോ അല്ലെങ്കിൽ ഇതുപോലെ ഹംപി പോലെ, ഗോവയിലൊന്നും ഇത്തരം സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതായി കേട്ടിട്ടില്ല. ഈ ഹംപി പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ സാറ് പറയുന്ന ഒരുപാട് ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് ഹംപി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരം മേഖലകളിൽ കൃത്യമായ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു കടമ കൂടിയാണ്. അതിൽ വീഴ്ച സംഭവിച്ചിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും ഹംപിക്ക് വലിയ പ്രാധാന്യം നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ട്. അത് നമ്മുടെ 50 രൂപ പച്ച നിറമുള്ള 50 രൂപ നോട്ടിൽ ഹംപിയിലെ ഒരു സൂര്യക്ഷേത്രത്തിലെ രഥത്തിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട്. പിന്നെ ഹംപിയിലെ ഒരു ക്ഷേത്രത്തിലാണ് സംഗീതം പൊഴിക്കുന്ന തൂണുകളുള്ളത്. അത് ഈ അടുത്ത കാലത്ത് റെനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ അവിടുത്തെ പഴയ പിന്നെ ഭരണകൂടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ചിതറിക്കിടക്കുന്ന ഇത്രയും കൂടുതൽ പാറകൾ എവിടെ നിന്ന് വന്ന് ഇതൊക്കെ നിർമ്മിക്കാനെന്ന് അത്ഭുതം തോന്നുന്ന തരത്തിൽ പലതും ഭൂചലനങ്ങളിൽ പിൽക്കാലത്ത് ചിതറിത്തെറിച്ചു പോയതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവിടെ കാണാം. പിന്നെ അന്നത്തെ എൻജിനീയറിങ് വണ്ടേഴ്സ് അത് പഠിക്കാനായിട്ടുള്ള ആർക്കിടെക്റ്റുകൾ അവിടെ പോകാറുണ്ട്. പിന്നെ ചരിത്ര വിദ്യാർത്ഥികളും അധ്യാപകരും അവിടെ എത്താറുണ്ട്. സംസ്കാരത്തെക്കുറിച്ച് താല്പര്യമുള്ള ലോകമെങ്ങുമുള്ള ആളുകൾ അന്വേഷിച്ച് ഹംപിയിൽ വരാറുണ്ട്. സ്റ്റോൺഹെഞ്ച്, ഇംഗ്ലണ്ടിന് സ്റ്റോൺഹെഞ്ച് എങ്ങനെയാണോ അതിനേക്കാൾ പ്രാധാന്യമുള്ള വിസ്തൃതമായ അനേക 25 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് ചിതറിക്കിടക്കുന്നത്. അവിടെയാണ് തുംഗഭദ്ര അണക്കെട്ട് ഉള്ളത്. ആ തുംഗഭദ്ര അണക്കെട്ടിൻ്റെ ഒരു കനാലിൽ, ലെഫ്റ്റ് കനാലിലാണ് ഈ അനിഷ്ട സംഭവം കഴിഞ്ഞ രാത്രിയിൽ നടന്നത്. ഇത് ഗവൺമെൻറ് നിസ്സാരമായി കരുതാൻ പറ്റത്തില്ലെന്ന് ഗവൺമെൻറ് തന്നെ ബോധ്യമായി. ഇതിൻ്റെ ഈ വിദേശ വനിതയ്ക്ക് നേരിട്ട ദുരന്തം അത് ഇസ്രയേലി വനിതയാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് പ്രത്യേക താല്പര്യം ഇതിൽ ഉണരാൻ സാധ്യതയുണ്ട്. കാരണം ധന്യ സൂചിപ്പിച്ച പോലെ നമ്മൾ അതിഥികളോടുള്ള ദൈവതുല്യമായ സമീപനം നമുക്കുണ്ട്. അതിഥിയെ ദേവനായി കരുതുന്ന ഒരു രാജ്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്തൊരു സംഭവം. ഇതിന് ഏത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും? പ്രത്യേകിച്ച് സാർ പറയുന്നത് പോലെ ഇസ്രായേലിലെ വനിതകളോട് അല്ലെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങളോട് നെതന്യാഹുവിന് വല്ലാത്ത ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരാളാണ്. കാരണം ഇസ്രായേലുകാർക്ക് എന്തെങ്കിലും പറ്റിയാൽ നെതന്യാഹു നോക്കിയിരിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ എവിടെയെങ്കിലും വിള്ളലുണ്ടാവാൻ സാധ്യതയുണ്ടോ? വിള്ളലുണ്ടാകാൻ സാധ്യത, അങ്ങനെ നമ്മളൊരു സിംഗിൾ ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഒരു ഉഭയകക്ഷി ബന്ധങ്ങളിൽ, അന്താരാഷ്ട്ര തലത്തിലെ ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ് എന്തെങ്കിലും കാര്യമായ നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയാലൊക്കെയാണ് ഈ വിള്ളൽ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതിനുള്ള സാധ്യത തീരെയില്ല. കാരണം ഇന്ത്യ ഗവൺമെൻറ് കർശനമായിരിക്കും ഇതിൽ. പിന്നെ പൗരന്മാരോട്, നമ്മളുടെ പൗരന്മാരോട് നമുക്കുള്ളതിനേക്കാൾ താല്പര്യമാണ് വിദേശത്ത്. ഇപ്പോൾ ഫ്രഞ്ച് പൗരന്മാരായാലും ഇസ്രയേലി പൗരന്മാരായാലും, കാരണം അവരൊക്കെ ജനങ്ങൾ പരിമിതമായ രാജ്യങ്ങളാണ്. അപ്പോൾ അവരുടെ ഓരോ പൗരനോടും അവർക്ക് ഭയങ്കരമായ ഉത്തരവാദിത്വവും കരുതലുമുണ്ട്. ഇസ്രായേൽ പ്രത്യേകിച്ചും 1 കോടിയിൽ താഴെ മാത്രം ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ ഒരു യുവതി ഒരു ഇന്ത്യ പോലുള്ള ഒരു സൗഹൃദ രാജ്യത്ത് ഇങ്ങനെയൊരു ദുരനുഭവം നേരിടേണ്ടി വന്നാൽ അവർ സാമാന്യനും വെറുതെ ഇരിക്കത്തില്ല. ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് നയതന്ത്ര തലത്തിൽ തന്നെ ടേക്കപ്പ് ചെയ്യും. ഇതിനകം തന്നെ ഇസ്രായേലി നയതന്ത്ര പ്രതിനിധി ഇന്ത്യൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കും. അതാണ് അതിൻ്റെ സ്വാഭാവിക രീതി.